Today we are going to study Unit 9 and Unit 10 of the course BSOE 142. In this Unit 9 deals with A.R. Desai and Unit 10 M.N. Srinivasan. For Unit 10, the central ideas of A.R. Desai are Indian nationalism, role of the state in capitalist transformation in India, path of development, understanding Indian society from Marxian approach, etc. Objectively, after we studied this lesson, we can understand the biological details of A.R. Desai, then the contribution of A.R. Desai to sociology in India, and after that central ideas, and then some of his important works. ബയോഗ്രഫിക്കൽ സ്കെച്ചസ് ഓടിച്ചിട്ട് അങ്ങ് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് പഠിക്കേണ്ടത് ഇവിടെ നമുക്ക് സെൻട്രൽ ഐഡിയാസ് ആണ്. Akshay Ramlal Desai, that is A.R. Desai, was born on April 16, 2015 in Naidad in Gujarat. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണത്. അതിനുശേഷം ഈ സ്റ്റഡി കഴിഞ്ഞിട്ട് എവിടെയൊക്കെ എത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടത്. The central ideas, as you would have learned from the previous section, Desai was involved in radical politics and later on the leftist and Marxist group that were active in the nationalist movement in Surat and later in Mumbai. അപ്പോൾ നമ്മൾ ഈ ബയോഗ്രഫിക് സെക്ഷൻ നിങ്ങളൊന്ന് നോക്കിയേക്കുക. അപ്പോൾ അതിന് ശേഷം ഇവിടെ സെൻട്രൽ ഐഡിയയിലേക്ക് വരുമ്പോൾ ദേശായി വാസ് ഇൻവോൾവ് ഇൻ റാഡിക്കൽ പൊളിറ്റിക്സ്. ഇവിടെ ഉണ്ടായ സോഷ്യോളജിസ്റ്റിൽ ഇപ്പം നമ്മൾ പഠിച്ചിടത്തോളം സോഷ്യോളജിസ്റ്റിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിൽ എന്നും ഒരു മാർക്സിസ്റ്റ് ചിന്താധാര മുന്നോട്ട് വെക്കുകയും അതിൽ ഊന്നി പ്രവർത്തിക്കുകയും ചെയ്ത എന്ന് നിലനിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്, സോഷ്യോളജിസ്റ്റാണ് A.R. Desai. A.R. Desai was involved in radical politics and later on the leftist and Marxist groups that were active in the nationalist movement in Surat and later in Mumbai, where he pursued his higher studies. Expectedly, then his central ideas were concerned with Indian nationalism. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ ചിന്താധാര അല്ലെങ്കിൽ സെൻട്രൽ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നാഷണലിസം, ദേശീയത, ദെൻ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മാർക്സിയൻ പെർസ്പെക്റ്റീവ്സ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഐഡിയാസ്. ദേ ആർ നാഷണലിസം, റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മാർക്സിയൻ പെർസ്പെക്റ്റീവ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. പിന്നെ ഇന്ത്യൻ നാഷണലിസത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നാഷണലിസം വാസ് ദ ക്യാൻവാസ് ആൻഡ് ദ ബാക്ക്ഡ്രോപ്പ് അഗെയിൻസ്റ്റ് വിച്ച് സോഷ്യൽ സയൻസ് ടുക്ക് റൂട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ സോഷ്യൽ സയൻസ് ഇന്ത്യയിൽ വേരൂന്നാനായിട്ടുള്ള മുഖ്യധാരയാണ് നാഷണലിസം. നാഷണലിസം വാസ് ദ ക്യാൻവാസ് ആൻഡ് ദ ബാക്ക്ഡ്രോപ്പ് അഗെയിൻസ്റ്റ് വിച്ച് സോഷ്യൽ സയൻസ് ടുക്ക് റൂട്ട് ഇൻ ഇന്ത്യ. ഹിസ് സോഷ്യൽ എൻക്വയറീസ് arose out of the questions and issues that were facing Indian society and the Indian people and their struggle, of which he was an integral part. This is the most significant fact that needs to be kept in mind while assessing his life work. A large part of his work based on the method of historical materialism. അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ, ലാർജ് പാർട്ട് ഓഫ് ഹിസ് വർക്ക് വാസ് ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസത്തിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കിൽ മേജർ ഭാഗവും. ഹിസ് ഡോക്ടർ വർക്ക് വാസ് പബ്ലിഷ്ഡ് ആസ് എ ബുക്ക് ടൈറ്റിൽഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം. അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ വർക്ക് അത് പബ്ലിഷ് ചെയ്തത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന പേരിലാണ് ആ ബുക്കിൻ്റെ ടൈറ്റിൽ. ലേറ്റർ ഹി ബ്രോട്ട് ഔട്ട് അനദർ വോളിയം, അതിനുശേഷം വേറൊരു വോളിയം കൂടി പ്രസിദ്ധീകരിച്ച് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണലിസം. അപ്പോൾ സെക്കൻഡ് വോളിയം റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണലിസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം, അതിനുശേഷം റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണലിസം. ഒറിജിനലി ഹിസ് ഡോക്ടർ വർക്ക് ദ ഫോർമർ വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അപ്പോൾ ഫസ്റ്റ് വർക്ക് ദാറ്റ് ഈസ്
ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്തത് 1946 ആൻഡ് ഹാസ് റൺ ഇൻ ടു സെവറൽ എഡീഷൻസ് characterized by a broad historical sweep. This work was written during the high point of the anti-colonial movement and captures the diverse contradictions that the country was passing through, including the imminent petition of the country. ഇപ്പം രാജ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ നാഷണലിസത്തിലേക്കുള്ള കാൽവയ്പ്പുകളും ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായി. ദേശായി അനലൈസ് ദ വേരിയസ് ഫോഴ്സസ് അറ്റ് വർക്ക് അറ്റ് ദ ടൈം ആൻഡ് ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ കൊളോണിയൽ പോളിസീസ് ഇൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഹി വ്യൂസ് നാഷണലിസം ആസ് എ ഹിസ്റ്റോറിക്കൽ കാറ്റഗറി. അദ്ദേഹം നാഷണലിസത്തിനെ ഒരു ചരിത്രപരമായ ശ്രേണിയിലാണ് പെടുത്തിയിരുന്നത്. ഹി വ്യൂസ് നാഷണലിസം ആസ് എ ഹിസ്റ്റോറിക്കൽ കാറ്റഗറി, എ മോഡേൺ ഫിനോമിനൻ വിച്ച് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് അസ് എ സർട്ടൻ പോയിന്റ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ ഏതോ ഒരു സമയത്ത് ഒരു ആധുനിക ഫിനോമിന പോലെ അതിൻ്റെ ഇടക്ക് വന്നു കയറിയ ഒരു സംഗതിയാണ് നാഷണലിസം. സോ ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ കാറ്റഗറി. He views nationalism as a historical category, a modern phenomenon which comes into existence at a certain point in history. In India, it evolves as a result of a combination of objective factors and subjective factors when the Indian people were political subjects of the British Empire. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണ്. ഇവിടെ നാഷണലിസം വളരാനും അതിലേക്ക് ഉള്ള ട്രെൻഡിനും സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ഇവിടെ പറയണം. ഇൻ ഇന്ത്യ ഇറ്റ് എവോൾഡ് as a result of a combination of objective factors and subjective factors. അപ്പോൾ അകത്തും പുറത്തും ഉള്ളത് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ളതും ആത്മനിഷ്ഠമായിട്ടുള്ള ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്ന്. ഇന്ത്യ ഇറ്റ് ഇൻവോൾവ് ആസ് എ റിസൾട്ട് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് when the Indian people were political subjects of the British Empire. While the initial stirring of Indian nationalism arose in the early 19th century. അപ്പോൾ നാഷണലിസത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് അത് തുടങ്ങിയത് 19th സെഞ്ച്വറിയിലാണ്. ഇറ്റ് ടുക്ക് കോൺക്രീറ്റ് ഷേപ്പ് ഓൺലി ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ദ സെഞ്ച്വറി. ആ സെഞ്ച്വറിയുടെ അവസാന ഭാഗത്താണ് അതിന് ശരിയായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഷേപ്പ് ലഭിച്ചത്. ദ നേഷൻ ദാറ്റ് എമർജ്ഡ് വാസ് നോട്ട് എ ഹോമോജീനിയസ് വൺ. അപ്പം അവിടെ നമ്മളുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് ഉദയം ചെയ്യുമ്പോൾ നോട്ട് എ ഹോമോജീനിയസ് വൺ, ഒരേപോലെയുള്ള ഒരു സ്ഥിതിയല്ലായിരുന്നു എല്ലാ തലങ്ങളിലും. ഇറ്റ് കംപ്രൈസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ദാറ്റ് അറോസ് ഇൻ ദ കോഴ്സ് ഓഫ് കൊളോണിയൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ക്ലാസ്സസ് എല്ലാം കൂടിക്കഴിഞ്ഞിട്ടുള്ള ഒരേപോലെയുള്ള ഒരു സ്ഥിതിയല്ലായിരുന്നു നമ്മുടെ നേഷന് ആദ്യം ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇനിഷ്യേറ്റഡ് ഡീപ്പ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ വളരെ വ്യക്തമായിട്ടുള്ളതും അതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റത്തക്ക രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റമാണ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇവിടെ ആരംഭിച്ചത്. ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇനിഷ്യേറ്റഡ് എ ഡീപ്പ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി വിച്ച് ലെഡ് ഇറ്റ് ടു എ ന്യൂ പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതൊരു പുതിയ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ചു. ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റ്, ആ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇനിഷ്യേറ്റഡ് ചേഞ്ചസ് ഇൻ ഓൾമോസ്റ്റ് സ്പിയേഴ്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ ലൈഫ്. ഇന്ത്യൻ സോഷ്യൽ ലൈഫിൻ്റെ ഏതാണ്ട് എല്ലാ തലങ്ങളിലെയും പ്രതിപാദിക്കുന്ന എല്ലാ തലങ്ങളിലും പുരോഗതി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പാത്തായിരുന്നു അത്. ഫ്രം മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഈ പുരോഗതിയിലേക്ക് നയിച്ച ഘടകങ്ങളിൽ മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ക്യാപിറ്റലിസ്റ്റ് പ്രോപ്പർട്ടി റിലേഷൻസ് ഇൻ ലാൻഡ്, ദ എസ്റ്റാബ്ലിഷിംഗ് ഓഫ് എ സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ്, introduction of Western education, new forms of administration and even limited forms of self-rule at the provincial levels. ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഇറ്റ് ഡിസ്ട്രോയിഡ് ദ, അപ്പോൾ കുറേ പുരോഗതി ഉണ്ടാകുമ്പോൾ കുറേ നിലനിന്ന കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് പുതിയ പുരോഗതിയിലേക്ക് നടന്നു നീങ്ങിയത്. ഇറ്റ് ഡിസ്ട്രോയിഡ് ദ ഓൾഡർ ഓർഡർ ആൻഡ് അൺലീഷ്ഡ് മെനി ഡൈനാമിക് ന്യൂ ഫോഴ്സസ് വിച്ച് റെവല്യൂഷനൈസ്ഡ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിക്ക് വിപ്ലവാത്മകമായ പല മാറ്റങ്ങളും ഉണ്ടാക്കിയ പല ചേഞ്ചസിനെ
അത് തച്ച് ഉടച്ചുകൊണ്ടാണ് ഈ പുതിയ ഡെവലപ്മെന്റ് മുന്നോട്ട് പോയത്. ടു സബ്സർവ് ഇറ്റ്സ് ഓൺ ഇൻട്രസ്റ്റ്, അവരുടെ മാത്രം താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പുരോഗതിയായിരുന്നു. വിച്ച് വാസ് ദ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്ത്യ. അത് ഇന്ത്യയുടെ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്ന കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു രീതിയായിരുന്നു അത്. ഇവിടെ നിലനിന്നിരുന്ന കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് പുതിയൊരു പുരോഗതിക്കായിട്ടുള്ള കാൽവയ്പ്. കൊളോണിയലിസം ഹാഡ് എ കോൺട്രഡിക്ടറി ഡൈമെൻഷൻ ടു ഇറ്റ് ആൻഡ് ദേശായി അനലൈസ് ദീസ്. അപ്പൊ ഈ കൊളോണിയലിസം അതിനൊരു കോൺട്രഡിക്ടറി ഡൈമെൻഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ദേശായി അനലൈസ് ചെയ്തു. Marx had argued that capitalism would play a revolutionary role in altering the nature of the productive force in Indian society, characterized by the caste system. However, Marx's own ideas changed in this regard. But Desai was clear that colonial rule did not play a revolutionary role, since it destroyed the very institutions that could facilitate the growth of capitalism. അപ്പോൾ ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയെ പുരോഗമിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള പല കാര്യങ്ങളും നശിപ്പിക്കുകയുണ്ടായെന്ന് ദേശായിക്ക് മനസ്സിലായി. Since it destroyed the very institutions that could facilitate the growth of capitalism, that is factories of the pre-capitalist period. അപ്പൊ ഇവിടെ നിലനിന്നിരുന്ന ഹാൻഡിക്രാഫ്റ്റ്സിനൊക്കെ നാശം സംഭവിച്ച്. ആൻഡ് ദ ഡിക്ലൈൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വില്ലേജ് ആർട്ടിഷൻ ഇൻഡസ്ട്രീസ്, അതുപോലെ വില്ലേജ് ആർട്ടിഷൻ ഇൻഡസ്ട്രീസിനും നാശം സംഭവിക്കുന്ന രീതിയിൽ വേറൊരു രീതിയിലുള്ള പുരോഗതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അക്കോർഡിംഗ് ടു ഹിം, it was the village artisan industries that constitute the industrial pillar of the economic autarky of the village, the other being the self-sufficient village agriculture. The new social forces and classes that emerged led over time to contradiction with the British colonial imperialist rule, giving rise to Indian nationalism. അപ്പൊ ഇന്ത്യൻ നാഷണലിസം ഇവിടെ പുരോഗമിക്കാനായിട്ടുള്ള കാര്യം തന്നെ the new social forces and classes that emerged led over time to the contradiction with the British colonial imperialist rule. അപ്പൊ ബ്രിട്ടീഷ് കൊളോണിയൽ ഇമ്പീരിയലിസ്റ്റ് റൂളിന് എതിരായിട്ടാണ് ന്യൂ സോഷ്യൽ ഫോഴ്സസ് ആൻഡ് ക്ലാസസ് ഇവിടെ ഉദയം കൊണ്ടതും. അങ്ങനെ നാഷണലിസം എന്നുള്ള ഐഡിയയിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയതും. What is remarkable is that Indian nationalism emerged in the midst of geographical vastness of subcontinental dimensions, social and religio-cultural diversities of immense complexity, powerful institutions and traditions. അപ്പോൾ ഇവിടെ പല പല സംഗതികൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ ഈ ഇന്ത്യൻ നാഷണലിസം എന്നുള്ള ആ ബോധം ഉണ്ടായത്. ഇൻ ദ എൻകൗണ്ടർ ബിറ്റ്വീൻ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആൻഡ് ഇന്ത്യൻ society, various movements emerged which encompassed intellectual, political, economic, social, religious, and cultural spheres. These endeavors initiated by various strata and classes to alter the situation created by British rule, either to assimilate or challenge its varied effects, led to various complex movements which created a new, exciting, interesting, heroic, and unique history for Indian people. മൂവ്മെന്റ് നന്നായിട്ട് ശക്തിപൂർവ്വം മുന്നോട്ട് പോയത്. അപ്പൊ ബ്രിട്ടീഷ് റൂളിന്റെ ഒരു ചലഞ്ച് ആയിട്ടാണ് ഈ നാഷണലിസ്റ്റ് മൂവ്മെന്റ്, വേരിയസ് കോംപ്ലക്സ് മൂവ്മെന്റ് വിച്ച് ക്രിയേറ്റഡ് ന്യൂ, exciting, interesting, heroic, and unique history for Indian people. While there were various phases of Indian nationalism, Indian nationalismത്തിന് പല ഫേസുകൾ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ ലാസ്റ്റ് ഫേസ് ബിഗൺ ഇൻ 1980. 1980 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജിയുടെ ലീഡർഷിപ്പിലാണ് ഇതിന്റെ അന്തിമ phase ആരംഭിക്കുന്നത്. That was critical for the nationalist movement. This period was characterized by a strong mass base and many classes and groups are active പാർട്ടിസിപ്പൻസ് ഇൻ ദ നാഷണൽ മൂവ്മെന്റ്. അപ്പൊ ഈ ഫേസിൽ ഇന്ത്യയിലെ അധികം ഭൂരിപക്ഷം ആളുകളും ഒരു സ്ട്രോങ് മാസ് തന്നെ ഇതിന്റെ പിന്നിൽ അണിനിരക്കുകയും ആ നാഷണൽ മൂവ്മെന്റ്
വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തു. Even though sections of Indian capitalists are extended support to the Indian National Congress from the 1920s onwards. അപ്പൊ 1920 തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫുൾ സപ്പോർട്ടും ഇതിന് ഉണ്ടായിരുന്നു. Their influences over the national movement increased steadily and with independence they dominate the movement. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ എത്രയും എളുപ്പത്തിൽ തന്നെ സ്വാതന്ത്ര്യം വാങ്ങി എടുക്കുകയും ചെയ്തു. The manifold dimensions of colonial exploitation under British rule have been analyzed with a rare perspicacity. Thus, the destruction of the old social order based on the unity of agriculture and handicrafts, and simultaneously the rise of new social forces, the growth of new social classes, the role of education, the question of caste, the various social reform movements against caste, the question of political representation, and the issue of nationalist and minorities are all addressed. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാം ഇതിൽ ഉൾക്കൊണ്ടിരുന്നു. What is remarkable is that all the critical questions that were being debated at the time either intellectually or politically find place in the book. For example, the potentialities of capitalist development in pre-colonial India society seriously discussed, and whether India could have embarked on a capitalist path is analyzed. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കിലെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. The potentialities of capitalist development in pre-colonial Indian society. Pre-colonial Indian societyയിലുള്ള ആ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ഡെവലപ്മെന്റ് ഈ സീരിയസ്ലി ഡിസ്കസ്ഡ്. അതിനകത്ത് വളരെ ഗൗരവപൂർവ്വം അദ്ദേഹം തന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡിസ്കസ്ഡ് ആൻഡ് വെദർ ഇന്ത്യ കുഡ് ഹാവ് എംബാർക്ഡ് ഓൺ എ ക്യാപിറ്റലിസ്റ്റ് പാത്ത് ഈസ് അനലൈസ്ഡ്. ഇൻ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണലിസം, അത് ഇതിന്റെ രണ്ടാമത്തെ ആ ഭാഗം റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണലിസം എന്നുള്ളത് 1960 പബ്ലിഷ് ചെയ്തത്. ദേശായി അസസ് ദ പാത്ത് ഓഫ് development and sums up the significant characteristics of the post-Indian ഇൻഡിപെൻഡൻസ് ട്രജക്ടറി. അപ്പൊ 1960 അദ്ദേഹം പുറത്തുവിട്ട റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണലിസം എന്നുള്ള ആ ഗ്രന്ഥത്തിൽ ദേശായി അസസ് ദ പാത്ത് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സംസ് അപ്പ് ദ സിഗ്നിഫിക്കന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ പാത്ത് ഓഫ് ഡെവലപ്മെന്റിന്റെ ആ വഴികള്, അത് ആ ദിശ എങ്ങനെയാണെന്നും അതുപോലെ സംസ് അപ്പ് ദ സിഗ്നിഫിക്കന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ട്രജക്ടറി. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസിലെ നമ്മുടെ യാത്ര സഞ്ചാരപാത ഏത് രീതിയിലായിരുന്നു എന്ന കാര്യവും ഈ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണലിസത്തിൽ വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചേക്കുക. അടുത്തത് റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇൻ എക്സ്പ്ലോറിംഗ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, ദ 2 concepts that recur constantly are the state and its crucial role in social and political transformation. അപ്പൊ എക്സ്പ്ലോറിംഗ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലേക്ക് കടന്നാൽ ദ 2 concepts that recur consistently, സ്ഥിരമായിട്ട് വന്നിരുന്ന 2 കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ആർ ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്രൂഷ്യൽ റോൾ ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ. സ്റ്റേറ്റും അതിൽ ഉണ്ടാകുന്ന ക്രൂഷ്യൽ റോൾ ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ. സ്റ്റേറ്റിൽ വരുന്ന പൊളിറ്റിക്കലും ആൻഡ് സോഷ്യലും ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഈ സെക്കൻഡ് that recur consistently are the പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇതിൽ കൂടുതലായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. Contrary to the expectation of the nationalist movement, the state in the post-independence period initiates a capitalist process of transformation. The historical method remained central to his work throughout. There is continuity between his earlier work, social background of Indian nationalism. അപ്പൊ 2 വർക്കിനും തമ്മിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്തിരുന്നത്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് റിമൈൻഡ് സെൻട്രൽ ടു ഹിസ് വർക്ക് ത്രൂ ഔട്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ വർക്കിലും ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ കൂടിയാണ് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് നയിച്ചിരുന്നത്.
In the two edited volumes, Rural Sociology in India 1969, അദ്ദേഹത്തിൻ്റെ വേറൊരു വർക്കാണ്. അതുപോലെ ആൻഡ് പീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ 1979, ദേശായ് ഹാസ് പുട്ട് ടുഗെദർ എ റിച്ച് കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് reports that map the changes in rural society over many decades. പല ദശാബ്ദങ്ങളിൽ കൂടി ഇന്ത്യ കടന്നുപോയപ്പോൾ റൂറൽ സൊസൈറ്റിയിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമാക്കുന്ന റിച്ച് കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ്, അതുപോലെ റിപ്പോർട്ട്സ്, മാപ്സ് ഒക്കെ ഈ റൂറൽ സോഷ്യോളജി ഇൻ ഇന്ത്യ, അതുപോലെ പീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ എന്ന വർക്കിലൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻ ദ വോളിയം ഓഫ് പീസ് ആൻഡ് സ്ട്രഗിൾ ഇൻ ഇന്ത്യ, ഹി ഹാസ് ക്രിട്ടിക്കലി അനലൈസ് ദ റോൾ ഓഫ് ദ peasantry in an article, Unconventional Anthropology of the Traditional Peasantry, highlighting the historically important work of Eric Wolf, Peasant was in the 20th century. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്കിൽ വന്ന ആശയങ്ങളാണ്. അടുത്തത് പാത്ത് ഓഫ് ഡെവലപ്മെന്റ്. വൺ സെൻട്രൽ കൺസേൺ ഓഫ് ദേശായി വാസ് വിച്ച് ഒക്കേസ് കൺസിസ്റ്റന്റ്ലി ത്രൂ ഔട്ട് ഹിസ് വർക്ക് ഈസ് ദാറ്റ് ഓഫ് ദ പാത്ത് ഓഫ് ഡെവലപ്മെന്റ്. ആ പുരോഗതിയുടെ വഴി അത് ഏത് മാർഗത്തിൽ കൂടിയാണ്, അതിന്റെ സെൻട്രൽ ഐഡിയാസ് എന്തൊക്കെയാണ്, അത് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹി റിലേറ്റ്സ് ദിസ് ക്വസ്റ്റ്യൻ ടു വെറൈറ്റി ഓഫ് ഇഷ്യൂസ് ദാറ്റ് ദ കൺട്രി ഫേസ്ഡ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിൽ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസും അതുപോലെ ഇഷ്യൂസും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ കാര്യം വ്യക്തമാക്കാനായിട്ട് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഏത് വഴിയിലൂടെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടേയിരുന്നു. ഹിസ് പ്രിൻസിപ്പൽ ക്രിട്ടിക് ഹാസ് ബീൻ ഓഫ് ദ മോഡേണൈസേഷൻ സിൻഡ്രം, ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് അലോങ് എ ക്യാപിറ്റലിസ്റ്റ് path, and also those of its proponents, specifically of academics and social scientists, who view this as a desirable value premise. അപ്പോൾ രണ്ട് ക്രിട്ടിക്കുകളും അദ്ദേഹത്തിനെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു ഐഡിയ മോഡേണൈസേഷൻ സിൻഡ്രോം, ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് അലോങ് എ ക്യാപിറ്റലിസ്റ്റ് പാത്ത് ആൻഡ് ഓൾസോ ദോസ് ഓഫ് ഇറ്റ്സ് പ്രൊപ്പോണൻസ്. ഇനി അതിന്റെ പ്രൊപ്പോണൻസ് സ്പെസിഫിക്കലി ഓഫ് അക്കാഡമിക്സ് ആൻഡ് സോഷ്യൽ സയന്റിസ്റ്റ്, അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എ ഡിസൈറബിൾ വാല്യൂ പ്രിമൈസ്, ഇതുപോലെയാണ് നിലനിന്നിരുന്നത്. Two of the volumes, State and Society in India and India's Path of Development, a Marxist approach, comprises writing on the path of development and the nature of the social transformation in India. In the volume State and Society in India, ആ ബുക്കിൽ ഹി ക്രിട്ടിക്കലി എക്സാമിൻസ് ദ അസംഷൻസ് അണ്ടർലൈങ് ദ മോഡേണൈസേഷൻ തിസീസ്. മോഡേണൈസേഷൻ തിസീസിൽ ഉള്ള assumptions underlying the modernization thesis, which was propounded by the academic establishment and shaped the content of the curriculum in the expanding educational apparatus. But the famous tradition modernity thesis was an important component of the modernization thesis. അപ്പോൾ മോഡേണൈസേഷൻ തിസീസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് എന്ന് പറയുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ അപ്പാർട്ടായിട്ട് യൂസ് ചെയ്തിരുന്ന ട്രഡീഷണൽ മോഡേണിറ്റി. The principal focus of his work is the capitalist transformation of India and the role of the state as a prime mover in this process. In the later volume, India's Path of Development, അദ്ദേഹത്തിൻ്റെ പിന്നെ അടുത്ത ഒരു വോളിയത്തിൽ ഇന്ത്യസ് പാത്ത് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് അതിൻ്റെ ഹെഡിങ് അദ്ദേഹം കൊടുത്തിരുന്നത്. എ മാർക്സിസ്റ്റ് അപ്രോച്ച്, ഇന്ത്യസ് പാത്ത് ഓഫ് ഡെവലപ്മെന്റ്, മാർക്സിസ്റ്റ് അപ്രോച്ച് എന്നുള്ള ഒരു മാർക്സിസ്റ്റ് സമീപനം, ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്റെ വഴികൾ. ഹി എൻഗേജസ് സീരിയസ്ലി വിത്ത് ദ practice of Marxian in India and with the communist parties theory and practices. അപ്പോൾ ഇവിടെ അദ്ദേഹം മാർക്സിസം ഇന്ത്യയിൽ എങ്ങനെ വേരോടുമെന്നും അതിൻ്റെ തിയറി പ്രാക്ടീസസ് ഒക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ദ മെയിൻ ത്രസ്റ്റ് ഓഫ് ഹിസ് ക്രിട്ടിക് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് ഈസ് ദ ക്രിട്ടിക് ഓഫ് ദ ടു സ്റ്റേജ് റെവല്യൂഷൻ, ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക് സ്റ്റേജ് when the bourgeoisie's democratic task would be completed and a socialist stage which would follow. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം മാർക്സിയൻ അപ്രോച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ ആണ് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം മാർക്സിയൻ അപ്രോച്ച്. മാർക്സിയൻ അപ്രോച്ചിൽ കൂടി ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കൽ. ദേശായിസ് പ്രിൻസിപ്പൽ പർപ്പസ് വാസ് ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം എ മാർക്സിയൻ
പോയിന്റ് ഓഫ് വ്യൂ, ഒരു മാർക്സിയൻ പോയിന്റ് ഓഫ് വ്യൂ കൂടി ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ തന്നെ. ആൻഡ് ടു അപ്ലൈ ദ മാർക്സിയൻ മെത്തേഡ് ഇൻ സ്റ്റഡിങ് ദ വേരിയസ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി വിത്ത് ദ എയിം ഓഫ് ട്രാൻസ്ഫോമിങ് ദ സൊസൈറ്റിയെ മാറ്റങ്ങളിലേക്ക് നയിക്കാനായിട്ട് ഇടപെട്ടിരുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോൺട്രഡിക്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അദ്ദേഹം ഇതിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കോൺട്രഡിക്ഷൻസ് ഡസ് നോട്ട് മീൻ മിയർലി കോൺഫ്ലിക്റ്റ് ഓർ ടെൻഷൻസ് ബട്ട് റെഫേഴ്സ് ടു ദ സ്ട്രക്ചറൽ ആൻഡ് സിസ്റ്റമാറ്റിക് കോൺഫ്ലിക്ട്സ് ദാറ്റ് ഷേപ്പ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. അപ്പൊ മാർക്സിനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് മുഖ്യ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് എക്കണോമിക്സിനെ ബേസ് ചെയ്ത്, പിന്നെ അടുത്തത് സ്ട്രഗിള്, അത് രണ്ട് ക്ലാസ് തമ്മിലുള്ള സ്ട്രഗിളാണ് അവിടെ എപ്പോഴും കാണിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു ചിന്താധാര ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ദാറ്റ് ബിറ്റ്വീൻ വർക്കിംഗ് ക്ലാസ് ആൻഡ് ദ ബൂർഷോസീസ് ഓർ ദാറ്റ് ബിറ്റ്വീൻ ദ പീസൻട്രി ആൻഡ് ലാൻഡ് ലോഡിസം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇതുപോലെ. അതുകൊണ്ടാണ് മാർക്സിയൻ ചിന്താധാരയെ കൂടി ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത്, സൊസൈറ്റിയുടെ വളർച്ചനെയും സ്ട്രക്ചറിനെയൊക്കെ. ഇൻ ഹിസ് വേൾഡ് വ്യൂ ദ മാർക്സിയൻ മെത്തേഡ് വാസ് നോട്ട് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് നെസസറി ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബട്ട് ഓൾസോ ദാറ്റ് ദ മാർക്സിസ്റ്റ് മെത്തേഡ് ആൻഡ് വ്യൂ പോയിന്റ് വാസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, കാഴ്ചപ്പാടിൽ, മാർക്സിയൻ മെത്തേഡ് വാസ് നോട്ട് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിനെ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക മെത്തേഡ് മാത്രമല്ല മാർക്സിസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ബട്ട് ഓൾസോ ദാറ്റ് ദ മാർക്സിസ്റ്റ് മെത്തേഡ് ആൻഡ് വ്യൂ പോയിന്റ്, മാർക്സിസ്റ്റ് മെത്തേഡും ആ കാഴ്ചപ്പാടും വാസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജിയുടെയും അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജിയുടെയും ഒരു ഇന്റഗ്രൽ പാർട്ടും കൂടിയാണ് ഈ മാർക്സിസ്റ്റ് മെത്തേഡ് എന്നുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദ ഹോൾ അഡ്രസ് ഈസ് ടു പ്രൊഫഷണൽ. അദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ കുറെ പോയിന്റ്സ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി അദ്ദേഹം അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ കൂടി സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് റേസ്ഡ് ക്യാൻ ബി സംഡ് അപ്പ് ദാസ് ഫോളോസ്. അദ്ദേഹം ഉയർത്തി കാണിച്ച കുറെ പോയിന്റ്സ് ആണ് താഴെ തന്നിരിക്കണം. ഒന്ന്, ദ കൊളോണിയൽ മോൾഡ് വിത്ത് വിച്ച് സോഷ്യോളജിക്കൽ റിസർച്ച് ഇസ് ട്രാപ്ഡ് കൺസ്ട്രക്ടിങ് ഇറ്റ്സ് വിഷൻ ആൻഡ് ഷേപ്പിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഓവറോൾ ഓപ്പറേറ്റിംഗ് വിത്തിൻ എ ഡിപ്പെൻഡൻസി ഫ്രെയിംവർക്ക് വിത്ത് ബോറോഡ് കൺസെപ്റ്റ്സ് ആൻഡ് മെത്തേഡ്സ് ഫ്രം ദ ഹൈ പ്രസ്റ്റീജ് സെന്റേഴ്സ് ഓഫ് ലേണിംഗ് ഇൻ ദ US ആൻഡ് ദ UK. അപ്പൊ UK യൂസ് ചെയ്തിരുന്ന ആ കുറെ മെത്തേഡ് കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കടമെടുത്താണ് സാധാരണ ഈ ഓരോ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ദിസ് അൺക്രിട്ടിക്കൽ അക്സെപ്റ്റൻസ് ഓഫ് എക്സോജീനിയസ് മോഡൽ വിത്തൗട്ട് ഗേജിങ് ഇറ്റ്സ് റെലവൻസ് ടു ഇന്ത്യൻ കണ്ടീഷൻസ് ആൻഡ് സൊസൈറ്റി ഹാസ് ഡിസ്റ്റോർട്ടഡ് പെർസ്പെക്റ്റീവ് ആൻഡ് സ്റ്റണ്ടഡ് ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ സോഷ്യോളജി. അപ്പൊ ഇന്ത്യൻ സോഷ്യോളജിക്ക് അതിൻ്റെ തനതായ രീതിയിൽ കൂടി മുന്നോട്ട് പോകണം, അല്ലാണ്ട് മറ്റുള്ളവരുടെ ഐഡിയാസ് കടമെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഗുണപ്രദമല്ലെന്നുള്ള ഒരു ആശയക്കാരനായിരുന്നു ദേശായി. ദ സെക്കൻഡ്, ദ ഹാർഡനിങ് ഓഫ് ഡിസിപ്ലിനറി ബൗണ്ടറീസ് ലീഡിങ് ടു എ സെഗ്മെന്റഡ് പെർസ്പെക്റ്റീവ് ആൻഡ് റിലേറ്റഡ് ടു ദിസ് ഈസ് ദ റിലക്റ്റൻറ്റ് ടു ഡ്രോ ഫ്രം ബോത്ത് ഇൻഡോളജി ആൻഡ് ഹിസ്റ്ററി. അതുപോലെ അടുത്ത പോയിന്റ്സ് നോക്കിയേക്കുക. പിന്നെ അടുത്ത പോലെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അദ്ദേഹത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 4 വർക്ക്സാണ്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണലിസം, റൂറൽ സോഷ്യോളജി ഇൻ ഇന്ത്യ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, എസേസ് ഇൻ ഡിസെൻറ്റ്, ഇന്ത്യസ് പാത്ത് ഓഫ് ഡെവലപ്മെന്റ്, മാർക്സിസ്റ്റ് അപ്രോച്ച്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ്. ഇനി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രധാനമായിട്ട് വന്നതാണ് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരവായിട്ട് വന്നേക്കണം. നോക്കിക്കേ, ഫസ്റ്റ് വൺ, ദേശായി വ്യൂസ് നാഷണലിസം ആസ് എ ഹിസ്റ്റോറിക്കൽ കാറ്റഗറി. നാഷണലിസത്തിനെ ഒരു ഹിസ്റ്റോറിക്കൽ കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം കണ്ടത്. എ മോഡേൺ ഫിനോമിന വിച്ച് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് അറ്റ് സർട്ടൻ പോയിന്റ് ഇൻ ഹിസ്റ്ററി. അതൊരു മോഡേൺ ഫിനോമിനയാണ്, ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേക പോയിന്റിൽ അത് കടന്നുകൂടിയതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ ഒരു ഹിസ്റ്റോറിക്കൽ കാറ്റഗറി ആയിട്ട് കണക്കാക്കുന്നത്. ഇൻ ഇന്ത്യ ഇറ്റ് അവോൾഡ് എ റിസൾട്ട് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് factors and subjective factors when the Indian people were political subjects of the British Empire. അപ്പൊ ഇതിനകത്ത് ഈ ഒബ്ജക്റ്റീവ് ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടും ഫാക്ടേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ the Indian people were political subject of the British Empire.
Second, in the pre-independence period, colonialism and nationalism as concept and fields of action were central to Desai's intellectual and political engagement. While in the post-independence, രണ്ട് കാഴ്ചപ്പാടുകളാണ് അദ്ദേഹത്തിന്റെ പ്രീ ഇൻഡിപെൻഡൻസും പോസ്റ്റ് ഇൻഡിപെൻഡൻസിലും അദ്ദേഹത്തിന്റെ നാഷണലിസത്തിനോട് എന്നുള്ള കൺസെപ്റ്റ്സിന്റെ കാഴ്ചപ്പാടുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇൻ ദ pre-independence period, colonialism and nationalism as concepts and fields of action were central to Desai's intellectual and political engagement. While in the post-independence years, it was the character of the state. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്റ്റേജിൽ അത് ക്യാരക്ടർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഓഫ് ദ ഡെവലപ്മെന്റ് ആയിട്ട് മാറി. ഇനി ദേശായി ലെഫ്റ്റ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ഒരുപാട് കാലം അതിന്റെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. പിന്നീട് പാർട്ടി പ്രവർത്തനം മാറ്റി. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്താധാരയിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് പാർട്ടി വിടാനുള്ള കാര്യം എന്തായിരുന്നു? ദേശായി ലെഫ്റ്റ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഫ്റ്റർ a brief period of 5 years since he found the bureaucratic structure of the party suffocating. പാർട്ടിയുടെ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ സഫോക്കേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയുകൊണ്ടാണ് അദ്ദേഹം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടത്. ഓൾസോ ഹി ഒപ്പോസ് ദ ചേഞ്ച് ഇൻ ദ പാർട്ടീസ് സ്റ്റാൻഡ് റിഗാർഡിംഗ് സപ്പോർട്ട് ടു ബ്രിട്ടീഷ് വാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പാർട്ടിയുടെ ഒരു സ്റ്റാൻഡ്, അതും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ആ സപ്പോർട്ട് ഇന്ത്യൻ വെൻ ദ സോവിയറ്റ് യൂണിയൻ വാസ് അറ്റാക്ഡ് ബൈ നാസി ജർമ്മനി 1939. The factors that facilitate capitalist development in India are, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫാക്ടേഴ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ ഫെസിലിറ്റി ചെയ്യുന്ന സുഗമമാക്കുന്ന ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആൻഡ് ദ സ്റ്റേറ്റ്, ക്യാപിറ്റലിസ്റ്റ് ക്ലാസും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ മൗൾഡിങ് ഓഫ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉത്ഭവം, legal framework and administrative apparatus for facilitating capitalist development, along with the major policy initiatives, as well as the public sector planning as a major instrument, the mixed economy and the welfare state. അപ്പോൾ ഇതൊക്കെയാണ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റിന് ഇന്ത്യനെ ഫെസിലിറ്റേറ്റ് ചെയ്ത സുഗമമാക്കിയ ഘടകങ്ങൾ. ഇനി അടുത്തത് എൻ ശ്രീനിവാസൻ ആണ്. ഈ എൻ ശ്രീനിവാസും അതുപോലെ AR ദേശായി രണ്ടു കൂട്ടരും നമ്മൾ നേരത്തെ പഠിച്ച GS കുര്യയുടെ ശിഷ്യന്മാര് തന്നെയായിരുന്നു. ശ്രീനിവാസ് ലെക്ചർ ആൻഡ് റൈറ്റിംഗ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് മൾട്ടിപ്പിൾ ജനറേഷൻസ് ഓഫ് സോഷ്യോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ്. അപ്പൊ ശ്രീനിവാസിന്റെ ലെക്ചേഴ്സും അതുപോലെ റൈറ്റിംഗ്സും ഒരുപാട് ആളുകളെ സ്വാധീനിച്ചു. ഒത്തിരി തലമുറകളെ സോഷ്യോളജിയിലും ആന്ത്രപ്പോളജിയിലുമുള്ള ധാരാളം തലമുറകളെ തന്നെ സ്വാധീനിച്ച ലെക്ചേഴ്സ് ആൻഡ് റൈറ്റിംഗ്സ് ആയിരുന്നു എൻ ശ്രീനിവാസന്റെ. ഹിസ് ഒബ്സർവേഷൻ ആൻഡ് ഫോർകാസ്റ്റ് അബൌട്ട് ദ trajectory of Indian society appear to have gained new relevance several years after they were delivered in letter and word. Sriniva's in-depth and precise study of material has resulted in generalization that apply in many facets of life, even in this age of uncertainty and change. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ വർക്കുകളും അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തും പിന്നീടുള്ള തലമുറ വളരെ സൂക്ഷ്മതയോടും വളരെ ശ്രദ്ധാപൂർവം പഠിക്കുന്ന മെറ്റീരിയലാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതായിരുന്നു. വി ബിഗിൻ വിത്ത് ദിസ് യൂണിറ്റ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഐഡിയ ഓഫ് എൻ ശ്രീനിവാസ് ആൻഡ് ദെൻ എക്സാമിൻ സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്. There we will list some of his important works. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ബയോഗ്രാഫിക്കൽ സ്കെച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ സെൻട്രൽ ഐഡിയാസ്, പിന്നെ മെയിൻ വർക്ക്സ്. മൈസൂർ നരസിംഹചാർ ശ്രീനിവാസ്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണത്. അതാണ് എൻ ശ്രീനിവാസ് നമ്മൾ ചുരുക്കി പറയുന്നത്. മൈസൂർ നരസിംഹവാർ ശ്രീനിവാസ് വാസ് ബോൺ ഇൻ മൈസൂർ ഓൺ November 16, 1916. 1916 നവംബർ 16 മൈസൂരായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ട്രഡീഷണൽ ബ്രാഹ്മൺ ഫാമിലി ഓഫ് നരസിംഹചാർ. അദ്ദേഹത്തിന്റെ ജോലി അത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് പോവുക.
അപ്പൊ ആദ്യം അദ്ദേഹം പഠിച്ചിരുന്നതും പിന്നെ ജോലി നേടിയതും ഒക്കെ പുറത്തായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അദ്ദേഹത്തിന് ജോലി കിട്ടിയതെന്ന്. എന്നാൽ അതൊക്കെ കളഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നു. 1951 ശ്രീനിവാസ് returned between 1966 and 69 as he remained president of the Indian Sociological Society. 1966 to 69 കാലയളവിൽ അദ്ദേഹം സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്ത്. ഹി റെക്കഗ്നൈസ്ഡ് ഓഫ് ദ സൊസൈറ്റീസ് ജേർണൽ റീഓർഗനൈസ്ഡ്. അദ്ദേഹം റീഓർഗനൈസ് ദ സൊസൈറ്റീസ് ജേർണൽ, സൊസൈറ്റിയുടെ ജേർണല് ദ സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ എന്നുള്ള ആ ജേർണൽ അദ്ദേഹം റീഓർഗനൈസ് ചെയ്ത്. ഇൻ ദ ഇയർ 1972 ശ്രീനിവാസ് റിട്ടേൺ ടു ഹിസ് ഹോം സ്റ്റേറ്റ് ഓഫ് കർണാടക. അപ്പൊ ഇൻ ദ ഇയർ 1972 അദ്ദേഹത്തിന്റെ ഹോം സ്റ്റേറ്റ് ആയ കർണാടകയിലേക്ക് തിരിച്ചു പോന്നു. ഹി ജോയിൻ ദ ന്യൂലി സെറ്റപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച് ആസ് ജോയിന്റ് ഡയറക്ടർ. അവിടെ ഹി ജോയിൻ ദ ന്യൂലി സെറ്റപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂലി സെറ്റപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ജോയിന്റ് ഡയറക്ടറായിട്ട് അവിടെ നിയമിതനായി. ഹിസ് chief objective was to enhance the standard of sociology in South India. സൗത്ത് ഇന്ത്യയിൽ സോഷ്യോളജിയുടെ സ്റ്റാൻഡേർഡ് എൻഹാൻസ് ചെയ്യുക, ഉയർത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ഉദ്ദേശം. 7 years later he retired from ISEC and joined the National Institute for Advanced Studies at Bangalore. അപ്പൊ അതിനുശേഷം 7 years after later he retired. അതിനുശേഷം ഏതാണ്ട് 7 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് അറ്റ് ബാംഗ്ലൂരിൽ നിന്ന് റിട്ടയർ ചെയ്ത്. ദെൻ ഹി പാസ്ഡ് അവേ ഓൺ November 30th, 1999. 1999 നവംബർ 30 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ സെൻട്രൽ ഐഡിയ. ശ്രീനിവാസ് ഇസ് നോൺ ഫോർ ഹിസ് റൈറ്റിംഗ്സ് ഓൺ മെത്തേഡ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് സോഷ്യോളജിക്കൽ റിസർച്ച്, വില്ലേജ് ഇൻ ഇന്ത്യ, കാസ്റ്റ്, നേഷൻ ബിൽഡിംഗ് ആൻഡ് മെനി മോർ തീംസ്. അപ്പൊ ഈ MN ശ്രീനിവാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റഡീസും അദ്ദേഹത്തിന്റെ സെൻട്രൽ ഐഡിയാസിനെയൊക്കെ കുറിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻസ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രത്യേകം പഠിക്കുക. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രീനിവാസ് ഈസ് നോൺ ഫോർ ഹിസ് റൈറ്റിംഗ്സ് ഓൺ മെത്തേഡ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് സോഷ്യോളജിക്കൽ റിസർച്ച്. സോഷ്യോളജിക്കൽ റിസർച്ചിന്റെ മെത്തേഡ്സ് ആൻഡ് പ്രോസ്പെക്ട്സ്, അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി സോഷ്യോളജിക്കൽ റിസർച്ച്, അതുപോലെ വില്ലേജ് ഇൻ ഇന്ത്യ, അതുപോലെ കാസ്റ്റ്, നേഷൻ ബിൽഡിംഗ് ആൻഡ് മെനി മോർ തീംസ്, വളരെയധികം തീംസിനെ കുറിച്ച് അദ്ദേഹം എഴുതുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത്. ലെറ്റസ് ലേൺ അബൌട്ട് സം ഓഫ് ഹിസ് മെയിൻ ഐഡിയാസ്. നമുക്ക് കുറച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സ്ട്രക്ചറൽ ഫങ്ഷണലിസം. അദ്ദേഹത്തിന്റെ വർക്ക് ഊന്നൽ ചെയ്തിരുന്നത്, അദ്ദേഹം ഏതിൽ അടിയുറച്ചാണ് മുന്നോട്ട് പോയതെന്നാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിൽ ഊന്നി നിന്നാണ് അദ്ദേഹം സോഷ്യോളജിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ശ്രീനിവാസ് ലേൺ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഫ്രം റാഡ്ക്ലിഫ് ബ്രൗൺ. റാഡ്ക്ലിഫ് ബ്രൗണിൽ നിന്നാണ് ശ്രീനിവാസ് ഈ സോഷ്യൽ സ്ട്രക്ചറിന്റെ കൺസെപ്റ്റ് എന്നെ മനസ്സിലാക്കുന്നത്. ലേറ്റർ ഹി ബിക്കം കൺവിൻസ്ഡ് ഓഫ് ഹിസ് സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ്. പിന്നീട് അദ്ദേഹം സോഷ്യൽ ലൈഫിന്റെ സ്റ്റഡിയിൽ ഇത് വളരെ നന്നായിട്ട് തന്നെ പ്രയോഗിച്ചു. ശ്രീനിവാസ് വർക്ക് വാസ് സൂപ്പർവൈസ്ഡ് ബൈ ഇവാൻസ് പിച്ചേർഡ്. അപ്പൊ ഇവാൻസ് പിച്ചേർഡ് അദ്ദേഹം ആണ് ശ്രീനിവാസിന്റെ വർക്കൊക്കെ സൂപ്പർവൈസ് ചെയ്തിരുന്നത്. ഇൻ അഡീഷൻ ടു AR റാഡ്ക്ലിഫ് ബ്രൗൺ. അതിന് പുറമെ AR റാഡ്ക്ലിഫ് ബ്രൗണും അദ്ദേഹത്തിനെ സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഒക്കേർഡ് വെൻ റാഡ്ക്ലിഫ് ബ്രൗൺ റിട്ടയേർഡ് ആൻഡ് ഇവാൻസ് പിച്ചേർഡ് ടുക്ക് ഓവർ. അപ്പൊ ഈ രണ്ടു കൂട്ടരുടെയും ശിഷ്യനാകാൻ കാരണം റാഡ്ക്ലിഫ് ബ്രൗൺ ആയിരുന്നു ആദ്യം ആ സ്ഥാനത്ത്. അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇവാൻസ് പാച്ചാർഡ് ചാർജ് എടുത്ത്. അങ്ങനെ ഈ രണ്ടു കൂട്ടരും ഇദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരാകാനായിട്ടുള്ള അദ്ദേഹത്തിന് വഴികാട്ടിയാകാനായിട്ടുള്ള സന്ദർഭം ലഭിച്ചു. ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഇവാൻസ് പിച്ചാർഡ് കൺസിഡേർഡ് ശ്രീനിവാസ് ബേസിക് അപ്രോച്ച് ഹാഡ് ആൻ അൺഡ്യൂ റിലയൻസ് ഓൺ ഡർക്കിം വിച്ച് അപ്പിയർഡ് അൺഡിസേർബിൾ ടു ഹിം. അപ്പൊ ഡർക്കിമിന്റെ ചില പോയിന്റ്സ് ശ്രീനിവാസിനിൽ കടന്നുകൂടിയിട്ടുള്ളതായിട്ട് കണ്ടെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല പിച്ചാർഡ്. ഹി ഡിഡ് നോട്ട് വാണ്ടഡ് ടു ഇന്റർഫിയർ ഇൻ ഹിസ് വർക്ക്.
അദ്ദേഹത്തിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോട്ടെ, അതിൽ ശല്യം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല. വൈൽ റാഡ്ക്ലിഫ് ബ്രൗൺ ഷേപ്ഡ് ഹിസ് അപ്രോച്ച്, പക്ഷേ റാഡ്ക്ലിഫ് ബ്രൗൺ അദ്ദേഹത്തിൻ്റെ അപ്രോച്ചിന് നല്ല ഷേപ്പ് കൊടുത്തു. ഈവൻസ് പിച്ചാർഡ് ഇൻസ്പയർഡ് ഹിസ് വിഷൻ, അതുപോലെ ഈവൻസ് പിച്ചാർഡ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് കൂടുതൽ നല്ല ഒരു പ്രചോദനം നൽകുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് മഹാന്മാരും അദ്ദേഹത്തിൻ്റെ വളർച്ചയിലും അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളിലും അദ്ദേഹത്തിന് സഹായിയായിരുന്നു. ശ്രീനിവാസ് എൻഗേജ്മെന്റ് വിത്ത് റാഡ്ക്ലിഫ് ബ്രൗൺസ് ആൻഡ് ഇവാൻസ് പിച്ചാർഡ് ഷാർപ്പൻഡ് ഹിസ് ഇന്റലക്ച്വൽ ഐഡിയാസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇന്റലക്ച്വൽ ഐഡിയാസ് ഒക്കെ കുറെ ഷാർപ്പൻ ആകാനായിട്ട് ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള അടുപ്പം, റാഡ്ക്ലിഫ് ബ്രൗണും ഇവാൻസ് പിച്ചാർഡും ആയിട്ടുള്ള അടുപ്പം അദ്ദേഹത്തിന് സഹായപ്രദമായി. ഇപ്പൊ ശ്രീനിവാസ് മെയിൻറ്റൈൻഡ് ദാറ്റ് പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അഗ്രേറിയൻ കോൺഫ്ലിക്ട്സ്, ഇൻഈക്വാളിറ്റീസ്, അപ്പൊ കൃഷിക്കാർക്കിടയ്ക്കുള്ള വാക്ക് തർക്കങ്ങൾ, വഴക്കുകൾ, അതുപോലെ ഇൻഈക്വാളിറ്റീസ്, അസമത്വം, എത്തിനിസിറ്റി, പിന്നെ കമ്മ്യൂണലിസം ആൻഡ് റീജിയണലിസം ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ദാറ്റ് കണക്ട് ദം വിത്ത് അതർ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. This approach would enable politicians and administrators to see many options to resolve the problem. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ പല അഡ്മിനിസ്ട്രേറ്റേഴ്സിനും പൊളിറ്റീഷ്യൻസിനും ഒക്കെ ഇതിൽ ഇടപെട്ട് ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് സഹായപ്രദമായി. ശ്രീനിവാസ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റമാറ്റിക് കമ്പാരിസൺസ് ഓഫ് സൊസൈറ്റീസ് പ്രോബ്ലം. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് കമ്പാരിസൺസ് ആണ് അദ്ദേഹം സൊസൈറ്റിയുടെ പ്രോബ്ലങ്ങളിൽ നടത്തിയിരുന്നത്. അതുപോലെ പ്രോസസ് ആൻഡ് institutions with those of neighboring countries in the first phase and developing countries in the second phase. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ഡെവലപ്മെന്റ് കൺട്രീസ് ആയിട്ടും ഫസ്റ്റ് ഫേസിൽ നൈബറിങ് കൺട്രീസ് ആയിട്ടും സെക്കൻഡ് ഫേസിൽ ഡെവലപ്പിംഗ് കൺട്രീസുമായിട്ട് ഒരു താരതമ്യ പഠനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം സൊസൈറ്റീസ് പ്രോബ്ലം, പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കമ്പയർ ചെയ്ത് മുന്നോട്ട് പ്രകടിപ്പിച്ചത്. ദ അതർ ഇൻ സോഷ്യോളജിക്കൽ സ്റ്റഡീസ്, ഇനി അദ്ദേഹത്തിന്റെ വേറൊരു കൺസെപ്റ്റാണ് ദ അതർ ഇൻ സോഷ്യോളജിക്കൽ സ്റ്റഡീസ്. ആന്ത്രപ്പോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് കോമൺലി ഫീൽ ദാറ്റ് ദേ ഷുഡ് സ്റ്റഡി അതർ കൾച്ചേഴ്സ് റാദർ ദാൻ ദെയർ ഓൺ. അപ്പൊ സോഷ്യോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റും സാധാരണയായിട്ട് എടുത്തിരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കൾച്ചറല്ല മറ്റുള്ളവരുടെ കൾച്ചർ പഠിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു സ്വഭാവമാണ് മിക്കവരും പ്രകടിപ്പിച്ചിരുന്നത്. ആന്ത്രപ്പോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് commonly feel that they should study other cultures rather than their own. ടു ഓഫ് മെയിൻ റീസൺ, അപ്പൊ അങ്ങനെ എടുക്കാൻ തങ്ങളുടെ കൾച്ചർ അല്ല മറ്റുള്ളവരുടെ കൾച്ചർ ആണ് പഠനത്തിന് എടുക്കേണ്ടതെന്നുള്ള ആ സ്വഭാവം കാണിക്കാനായിട്ടുള്ള രണ്ട് കാരണങ്ങൾ പറയുന്നത്. ഫസ്റ്റ്, ദ ഫെമിലിയാരിറ്റി വിത്ത് വൺസ് ഓൺ കൾച്ചർ കുഡ് റിസൾട്ട് ഇൻ ഓവർലുക്കിംഗ് സർട്ടൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ദ കൾച്ചർ. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ കൾച്ചർ എടുത്തു കഴിഞ്ഞ് അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വൺസ് ഓൺ കൾച്ചർ, അവൻ്റെ സ്വന്തം കൾച്ചർ തന്നെ ആയതുകൊണ്ട് ഒരുമാതിരി കുറേ കാര്യങ്ങൾക്ക് അവർക്ക് അറിയാം. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇൻ ഓവർലുക്കിംഗ് സർട്ടൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ദ കൾച്ചറിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സിലും കൂടുതൽ കാര്യമായിട്ട് നോക്കാൻ സാധ്യതയുണ്ട്. ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വൺസ് ഓൺ ബയാസ് കുഡ് ഇൻഫ്ലുവൻസ് ദ സ്റ്റഡി. അവനവൻ്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിനോടൊരു ചായ്വ്, ഒരു പക്ഷപാതം പൂർണ്ണമായിട്ടുള്ള ചായ്വ് അവനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം മറ്റുള്ളവരുടെ ആണെങ്കിൽ അങ്ങനെ വയസ്സില്ലാതെ പക്ഷപാതരഹിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മിക്കവരും മറ്റുള്ളവരുടെ കൾച്ചറിനെ കൂടുതൽ പഠിക്കാനായിട്ട് പ്രയാസപ്പെടുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത്. ശ്രീനിവാസ് വാസ് aware of the diversity of lifestyles and their coexistence throughout the country. For this reason, he studied cultures in his own country. അപ്പൊ ശ്രീനിവാസ് വാസ് aware of the diversity of lifestyles and their coexistence throughout the country. നമ്മളുടെ രാജ്യം മുഴുവനും ലൈഫ് സ്റ്റൈൽ വ്യത്യാസം, എങ്കിലും ഇങ്ങനെയുള്ള ആളുകളെല്ലാവരും വിഭിന്ന വേഷഭൂഷകളും ലൈഫ് സ്റ്റൈലും ഒക്കെ ഉള്ളവരാണെങ്കിലും ഒന്നിച്ചു പോകുന്നത്, വിഭിന്നതയിൽ ഏകത്വം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരാണ് നമ്മളെന്നുള്ള
കാര്യത്തെക്കുറിച്ച് ശ്രീനിവാസ് വളരെ ബോധമുള്ള ആളായിരുന്നു. ഫോർ ദിസ് റീസൺ, ഈ കാരണം കൊണ്ടാണ് ഹി സ്റ്റഡീഡ് കൾച്ചേഴ്സ് ഇൻ ഹിസ് ഓൺ കൺട്രി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ തന്നെ കൾച്ചറെ കുറിച്ച് പഠിക്കാനായിട്ട് തീരുമാനിച്ചത്. ഹി ഇന്റർപ്രിറ്റഡ് ദ നോഷൻ ഓഫ് ദ അതേഴ്സ് ഇൻ ആർപ്പോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ്. ശ്രീനിവാസ് മെയിൻറ്റെയിൻസ് ഡിഫറൻസ് ഓഫ് ലാംഗ്വേജ്, ഡയലക്ട്, റിലീജിയൻ, സെക്ട്, caste, class, and ethnicity confront Indian anthropologists at every point. ഓരോ ചലനങ്ങളിലും ഡിഫറൻസ് ഓഫ് ലാംഗ്വേജ്, ഡയലക്റ്റ്, റിലീജിയൻ, അപ്പോൾ ലാംഗ്വേജും അവരുടെ വായ്മൊഴികളും, മതം, സെക്ട്, കാസ്റ്റ്, ക്ലാസ്, എത്തിനിസിറ്റി, ഇത് എല്ലാ ആന്ത്രപ്പോളജിസ്റ്റ് നേരിടേണ്ടതായിട്ട് വരും. സോ ദേ ക്യാൻ ഫൈൻഡ് ദ അതർ ഇൻ അഡ്ജസൻറ്റ് വില്ലേജസ്. അതുകൊണ്ടാണ് അവരുടെ ആയിട്ട് എടുക്കാണ്ട് മറ്റുള്ള അഡ്ജസൻറ്റ് വില്ലേജിലെ ട്രൈബ് ഓർ ബാക്ക്വേർഡ് സ്ലമ്മിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യരായിരുന്നത്. Srinivas believes that the anthropological technique should be extended to the study of one's own family and existence. പക്ഷേ ശ്രീനിവാസ് വിശ്വാസം അനുസരിച്ച് ആന്ത്രപ്പോളജിക്കൽ ടെക്നിക് ഷുഡ് ബി എക്സ്റ്റെൻഡഡ് ടു ദ സ്റ്റഡി ഓഫ് വൺസ് ഓൺ ഫാമിലി ആൻഡ് എക്സിസ്റ്റൻസ്. അവനോൻ്റെ തന്നെ സ്വന്തം ഫാമിലിയും അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും പഠിക്കാനാണ് ആന്ത്രപ്പോളജിക്കൽ ടെക്നിക്ക് നാം കൂടുതൽ ഉപയോഗിക്കേണ്ടതെന്നാണ് ശ്രീനിവാസിന്റെ അഭിപ്രായം. ശ്രീനിവാസ് ഹാഡ് ബീൻ സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ പീപ്പിൾസ് ലൈഫ് സ്റ്റൈൽ. പീപ്പിൾസിന്റെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ സെൻസിറ്റീവ് ആയിരുന്നു. സിൻസ് ഏർലി ഇയേഴ്സ് ഓഫ് ഹിസ് ലൈഫ്, ഇൻ ദ കോഴ്സ് ഓഫ് വിച്ച് ഹി വാണ്ടേഡ് ബോത്ത് ഓൺ കോളേജ് റോഡ് ആൻഡ് ബാങ്കരാസ് ഏരിയാസ്. അപ്പോൾ പല സ്ഥലങ്ങളിലും അദ്ദേഹം ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴൊക്കെ ഈ ചേഞ്ചസ് ലൈഫ് സ്റ്റൈലിലുള്ളത് അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കോളേജ് റോഡ് വാസ് ഡോമിനേറ്റഡ് ബൈ ബ്രാഹ്മിൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ, വെയർ ആസ് ദ ബാക്കിംഗ് നൈബർഹുഡ് വാസ് ഡോമിനേറ്റഡ് ബൈ കുംബാസ് ഹു വെർ ഷെപ്പേർഡ്സ് വെയർ ബൈ കാസ്റ്റ്. കാസ്റ്റിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ പല സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം നോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഡൈവേഴ്സിറ്റി ഓഫ് കോളേജ് റോഡ് ആൻഡ് ബാങ്കേഴ്സ് ഇൻഹിബിറ്റഡ് പ്രൊവൈഡഡ് ശ്രീനിവാസ് വിത്ത് ഹിസ് ഫസ്റ്റ് എക്സ്പ്ലോർ ടു കൾച്ചറൽ ഡിഫറൻസ്. അപ്പോൾ ഈ കൾച്ചറൽ ഡിഫറൻസ് എന്നുള്ള ആ കാര്യം വിശദമാക്കാനായിട്ട് ഈ വ്യത്യാസങ്ങൾ, ഈ ചേഞ്ചസ് അദ്ദേഹത്തിന് സഹായപ്രദമായി. അപ്പോൾ ഫീൽഡിൽ ഇറങ്ങി അവരെ കണ്ടു മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ള ഒരു രീതിയാണ് എപ്പോഴും എം.എൻ. ശ്രീനിവാസ് സ്വീകരിച്ചിരുന്നത്. ദ സ്റ്റഡി ഓഫ് വൺസ് ഓൺ സൊസൈറ്റി ഡിമാൻഡ്സ് ദ യൂസ് ഓഫ് all moral and intellectual resources available to the sociologist. Ethnic, regional, linguistic, and religious diversity has also migration from one region of the country to another have enriched Indian culture. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ കൾച്ചറിന് മുതൽക്കൂട്ടുകളാണ്. അതായത് എത്നിക്, റീജിയണൽ, ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ മൈഗ്രേഷൻ, ഇതെല്ലാം നമ്മുടെ കൾച്ചറിന് മുതൽക്കൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുക. അതിന് ഫീൽഡ് വർക്കും അതുപോലെയുള്ള സ്റ്റഡീസാണ് ഹെൽപ്ഫുൾ എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തിനുണ്ടായത്. ബുക്ക് വ്യൂസ് ഫീൽഡ് വർക്ക്. ബുക്ക് വ്യൂസ് അതായത് ആം ചെയർ മെത്തേഡ്, അല്ലെങ്കിൽ ബുക്കുകൾ പഠിച്ചിട്ട് ഏത് സംസ്കാരവും ഏത് ജീവിത രീതിയും മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു രീതി, അതാണ് ബുക്ക് വ്യൂസ് എന്ന് പറയുന്നത്. ഫീൽഡ് വ്യൂസ് എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ ഇറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കുക, നേരിട്ട് എന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുക, ബുക്കിനെ ആശ്രയിക്കാതെ ഫീൽഡിൽ ഇറങ്ങി അവരോടൊപ്പം താമസിച്ച് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് ഫീൽഡ് ഇതിനെ ഇറങ്ങിയിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പൊ ഈ ശ്രീനിവാസ് എപ്പോഴും ഫീൽഡ് വ്യൂവിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ശ്രീനിവാസ് വാസ് കീൻ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ ബുക്ക് വ്യൂ ഓഫ് സൊസൈറ്റി ആൻഡ് എ ഫീൽഡ് വ്യൂ ഓഫ് സൊസൈറ്റി ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ രണ്ട് വ്യൂസിനെ കുറിച്ചും അതിൻ്റെ വ്യത്യാസം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ബുക്സ് ഹാവ് റിമൈൻഡഡ് ആൻ ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് പീപ്പിൾസ് ലീവ്സ് ഇൻ ഇന്ത്യ. ദേ പ്രൊവൈഡഡ് നോംസ് ആൻഡ് ലെയ്ഡ് ഔട്ട് ദ നോർമറ്റീവ് കോഡ് ഓഫ് ബിഹേവിയർ. ഇൻ അർബൻ ഏരിയാസ് നോംസ് ആൻഡ് നോർമറ്റീവ് കോഡ് ഓഫ് ബിഹേവിയർ വെർ ഇമ്പോസ്ഡ് ബൈ റൂളേഴ്സ്. ഇൻ റൂറൽ ഏരിയാസ് ഹവർ ഡൊമിനന്റ് കാസ്റ്റസ് ഓർ കൗൺസിൽസ് ഓഫ് ഇൻഡിവിജ്വൽ കാസ്റ്റ് എൻഫോഴ്സ്ഡ് നോംസ് ആൻഡ് നോർമറ്റീവ് കോഡ് ഓഫ് ബിഹേവിയർ. അപ്പോൾ ഓരോരുത്തരുടെ നോംസും അതുപോലെ അവരുടെ വേ ഓഫ് ബിഹേവിയർ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത് ബുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, റൂറൽ ഏരിയാസിൽ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അതുപോലെ
കുറച്ചും കൂടി കാസ്റ്റ് ഓർ കൗൺസിൽസ് ഒക്കെ എങ്ങനെ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യവും അദ്ദേഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. നോട്ടീസബിൾ കൾച്ചർ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് നോട്ട് ഓൺലി ബിറ്റ്വീൻ റീജിയൻസ് ബട്ട് ഓൾസോ അക്രോസ് കാസ്റ്റ് ആൻഡ് എത്നിക് ഗ്രൂപ്പ്സ്. ഹി നോട്ടീസ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബുക്ക് വ്യൂ ഓഫ് സൊസൈറ്റി ആൻഡ് ദ ഫീൽഡ് വ്യൂ ഓഫ് സൊസൈറ്റി. അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടിലും ബുക്ക് വ്യൂ ഓഫ് സൊസൈറ്റിയും അതുപോലെ ഫീൽഡ് വ്യൂ ഓഫ് സൊസൈറ്റിയിലും വളരെയധികം അന്തരമുണ്ട്, ഗ്യാപ്പ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലായി. ശരിക്കും റിയലിസ്റ്റിക് ആൻഡ് ഗുഡ് വ്യൂ എന്ന് പറയുന്ന ഫീൽഡ് വ്യൂ ഓഫ് സൊസൈറ്റി ആണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇനി അടുത്തത് വില്ലേജസ് ഇൻ ഇന്ത്യ. ശ്രീനിവാസ് ബിലീവ്ഡ് ദാറ്റ് വില്ലേജസ് സ്റ്റഡീസ് വെർ ദ ബെസ്റ്റ് വേ ടു ലേൺ അബൌട്ട് ഇന്ത്യൻ സൊസൈറ്റി, കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. ഇന്ത്യൻ സൊസൈറ്റിയെയും അതിൻ്റെ കൾച്ചറും അതിൻ്റെ സിവിലൈസേഷനും ഒക്കെ പഠിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിനെ തിരഞ്ഞെടുത്ത് പഠിക്കുക, ഒരു ഗ്രാമത്തെ തിരഞ്ഞെടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചാൽ ആ പഠനം മുഴുവൻ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ശ്രീനിവാസ് ബിലീവ്സ് ദാറ്റ് village studies were the best way to learn about Indian society, culture, and civilization. They signified a transition in social anthropology's emphasis from tribal studies to studies of peasants' lifestyle, social movements, and societal changes. Srinivas made a significant contribution to the realistic understanding of villages. ഇങ്ങനെ വില്ലേജസിനെ കുറിച്ച് വളരെ നന്നായിട്ട് വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠനം തന്നെയാണ് അദ്ദേഹം തൻ്റെ സംഭാവനയെ കൂടി വെളിപ്പെടുത്തിയത്. അറ്റ് ദ ഔട്ട്സെറ്റ് ഹി ബസ്റ്റഡ് ദ മിത്സ് ദാറ്റ് സറൗണ്ടഡ് വില്ലേജസ് ഇൻ ഇന്ത്യ. The Select Committee on the Affairs of the East Indian Company's fifth report treated the village regarded as a little republic, a stagnant, passive, and unchanging entity. അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഫിഫ്ത്ത് റിപ്പോർട്ടിൽ വില്ലേജസിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നത് ഇങ്ങനെയാണ്: റിഗാർഡഡ് ആസ് എ ലിറ്റിൽ റിപ്പബ്ലിക്. വില്ലേജസ് എന്ന് പറഞ്ഞ ഒരു ലിറ്റിൽ റിപ്പബ്ലിക് ആണ്, എ സ്റ്റാഗ്നന്റ്, പാസീവ് ആൻഡ് അൺചേഞ്ചിങ് എൻറ്റിറ്റി ആണെന്ന്. അവിടെ ഒരു മാറ്റങ്ങളും ഇല്ല, അതങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ മാത്രം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ലിറ്റിൽ റിപ്പബ്ലിക് ആയിട്ടാണ് വില്ലേജിനെ പ്രതിപാദിച്ചിരുന്നത്. ശ്രീനിവാസ് കൗണ്ടേർഡ് ദിസ് ഓവറലി സിംപ്ലിസ്റ്റിക് വ്യൂ ബൈ ബ്രിങ്ങിങ് ഔട്ട് ദ റിയാലിറ്റി ഓഫ് ഇന്ത്യൻ വില്ലേജസ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ വില്ലേജസിൻ്റെ യാഥാർത്ഥ്യത എന്താണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ പഠനങ്ങളിലൂടെ വ്യക്തമാക്കി. ഹി ഷെഡ് ലൈറ്റ് ഓൺ ഇനീക്വാളിറ്റി, ഡിസീസ് ആൻഡ് ഇലിറ്ററസി ആസ് ഓൾസോ വില്ലേജ് റിസോഴ്സസ്. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ വളരെ ശാന്തവും സുഗമമായിട്ട് മാത്രമല്ല പോകുന്നത്. ഇന്ത്യൻ വില്ലേജസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇനീക്വാളിറ്റി ഉണ്ട്, ഡിസീസസ് ഉണ്ട്, ഇലിറ്ററസി ഉണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒത്തിരി പ്രോബ്ലംസും ഉണ്ട്. അതിൻ്റെ എല്ലാം ഒരു റിസോഴ്സാണ് വില്ലേജ് എന്ന് ശ്രീനിവാസ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ച് കാണിച്ചു. ശ്രീനിവാസ് ബ്രോട്ട് ഔട്ട് അപ്പോൾ ഒരു ഇന്ത്യനെ മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പകരം ഇന്ത്യൻ സൊസൈറ്റിനെ മനസ്സിലാക്കാൻ ഒരു ഗ്രാമത്തിനെ പഠിച്ചാൽ മതി. ആ ഗ്രാമത്തിലുള്ള നന്മകളും തിന്മകളും പ്രോബ്ലംസും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും അങ്ങനെ ആ വേ ഓഫ് ലൈഫും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ശ്രീനിവാസ്. ഇനി അദ്ദേഹത്തിന്റെ അടുത്തത് കാസ്റ്റിനെ കുറിച്ചാണ്. ശ്രീനിവാസ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കാസ്റ്റ് ഇൻ മാനേജിങ് സോഷ്യൽ ടൈസ് മാനേജ് ചെയ്യാനുള്ള കാസ്റ്റിനുള്ള ഇമ്പോർട്ടൻ്റ് എല്ലാ സ്റ്റഡീസിലും ശ്രീനിവാസ് മറ്റ് സോഷ്യോളജിസ്റ്റിനെ പോലെ തന്നെ കൂടുതൽ ഊന്നൽ നൽകിയ കാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിലായിരുന്നു. ദിസ് വാസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ സ്പെസിഫിക് സെറ്റിംഗ് ഓഫ് രാമപുര ഹാംലെറ്റ് ആൻഡ് ദെൻ ഇൻ ദ ലാർജർ കോണ്ടെക്സ്റ്റ് ഓഫ് ദ subcontinent. In his critique of Daman's thought on caste, Srinivas aimed to subvert Western socio-centrism onto an Indian social institution. Projecting caste as indigenous to the fundamental perspective flip has far-reaching consequences. അപ്പോൾ ഇന്ത്യൻ കാസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തിരുന്നത് ഹിന്ദുയിസത്തെ കുറിച്ച് പഠിക്കുന്നതാണ്. അതേസമയം മറ്റ് കാസ്റ്റുകളെ കുറിച്ച് അതർ കാസ്റ്റേഴ്സ്, അതുപോലെ ക്രിസ്ത്യൻ കാസ്റ്റ്, അതുപോലെയുള്ള മറ്റ് കാസ്റ്റുകളെ കുറിച്ച് അദ്ദേഹം അധികം
പഠനങ്ങൾ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഹിന്ദു കാസ്റ്റിനെ മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ ക്രിട്ടിക്സ് പറയുന്നത്. ശ്രീനിവാസ് എസ്റ്റാബ്ലിഷ് ദാറ്റ് കാസ്റ്റ് ഹൈറാർക്കി വാസ് വൺ ഓഫ് ദ സെവറൽ ഫോംസ് ഓഫ് റിഗറസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ദാറ്റ് വെർ ആൻറ്റിത്തിറ്റിക്കൽ ടു ഇൻഡിവിജ്വാലിറ്റിക്ക് വിരുദ്ധമായിട്ട് ഒരു മോശമായിട്ടുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷനാണ് ഇവിടെ നടന്നിരുന്നത്. അത് കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഹിസ്റ്റോറിക്കലി ദർ വാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് കണക്ഷൻ എമംഗ് ദ വേരിയസ് കാസ്റ്റസ്. മെമ്പേഴ്സ് ഓഫ് അൺകാസ്റ്റ് were always reliant on commodities and services provided by members of other caste. People from one caste competed for the commodities and services given by other caste, which occasionally results in a conflict. In Ramapuram village, the population of peasants was the largest. The headman of the village was a peasant. All this made their social, economic, and political position in the village strongest. ഇനി അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ പല പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റാണ് സാൻസ്ക്രിറ്റൈസേഷൻ, പിന്നെ അടുത്തൊരു കൺസെപ്റ്റ് വെസ്റ്റേണൈസേഷൻ, പിന്നെ അതുപോലെ ഡോമിനന്റ് കാസ്റ്റ്, അതുപോലെ തന്നെ വേറെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്നാണ് വോട്ട് ബാങ്ക്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടതും പുതിയതും എന്നും നിലനിൽക്കുന്നതുമായിട്ടുള്ള ചില കൺസെപ്റ്റ്സ് ആണ്. ഇനി ഈ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കാസ്റ്റിലും ഹൈറാർക്കിക്കൽ കാസ്റ്റ് ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഏറ്റവും വലുതായിട്ട് നല്ല സ്ഥാനം, ഉയർന്ന സ്ഥാനമൊക്കെ ബ്രാഹ്മൺസിനാണ്. എന്നാൽ മറ്റ് താഴ്ന്ന ജാതിക്കാര് ഈ അവർക്ക് ഉന്നതി നേടണം, മറ്റവരെ പോലെ ആവണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവരുടെ രീതികളും ചെയ്തികളും വേ ഓഫ് ലൈഫും ഒക്കെ മാറ്റിയിട്ട് ഒരു ബ്രാഹ്മണന്റെ വേഷഭൂഷാദികള് സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ച് അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണ ആ രീതിയാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു മൊബിലൈസേഷൻ ആണ്. അവരൊരു ഉന്നത പദവിയിലേക്ക് താഴ്ന്ന ജാതിക്കാർ എത്തുന്ന ഒരു രീതി സാൻസ്ക്രിറ്റൈസേഷൻ മതി. ഈ സാൻസ്ക്രിറ്റേഷനിൽ ചെയ്യുന്നത് അവര് ഉയർന്ന ജാതിക്കാരുടെ എല്ലാ രീതികളും സ്വീകരിച്ചിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതേ രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോകുന്നതിനാണ് സാൻസ്ക്രിറ്റൈസേഷൻ. ഇനി വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി 150 years കൂടുതൽ വെസ്റ്റേൺസ് ഇവിടെ ഭരിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ ജീവിതശൈലി, അവരുടെ രീതി, ലാംഗ്വേജ് അതൊക്കെ ഫോളോ ചെയ്തു പോകുന്ന രീതിയാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഡൊമിനന്റ് കാസ്റ്റ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഓരോ സ്ഥലത്തും എണ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി കൊണ്ടോ പവർ കൊണ്ടോ ഒക്കെ വലുതായിട്ട് നിൽക്കണ ഒരു കൂട്ടം ആളുകൾ, ആ ക്ലാസ്സിനെയാണ് ഡോമിനന്റ് കാസ്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഡോമിനന്റ് കാസ്റ്റ് ചിലപ്പോൾ അവരുടെ എണ്ണസംഖ്യ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ അധികാരവും പണവും സ്ഥല സൗകര്യങ്ങളും അങ്ങനെ അതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് കൂടുതൽ ഈ ഡൊമിനന്റ് കാസ്റ്റിൽ വരുന്നത് ഉന്നത ക്ലാസ്സുകാർ തന്നെയാണെന്നാണ് ശ്രീനിവാസൻ പറയണത്. ഇനി വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, വോട്ട് ബാങ്ക് പല തരത്തിലോ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാര് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നിട്ട് ഒരു യൂണിറ്റ് പോലെ വോട്ട് ചെയ്ത് മറ്റ് സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കുക, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക, അതിനാണ് വോട്ട് ബാങ്ക് എന്നുള്ള പ്രയോഗം കൊണ്ട് അദ്ദേഹം മീൻ ചെയ്യണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രീനിവാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഭാഗം നോക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് നേഷൻ ബിൽഡിംഗ്, ആ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അദ്ദേഹത്തിന്റെ. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രീനിവാസ് ഔട്ട്ലൈൻസ് ഫണ്ടമെന്റൽ എലിമെന്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ഇൻ ഇന്ത്യ. നാഷണൽ ബിൽഡിംഗ് ഇൻ ഇന്ത്യയിൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എലിമെന്റ്സ് എന്തൊക്കെയാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇവിടെ 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. 6 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ എം.എൻ. ശ്രീനിവാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് മാരേജ് ആൻഡ് ഫാമിലി ഇൻ മൈസൂർ, റിലീജിയൻ ആൻഡ് സൊസൈറ്റി അമംഗ് ദ കൂർഗ് ഓഫ് സൗത്ത് ഇന്ത്യ, അതുപോലെ കാസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് അതർ എസ്സേസ്, സോഷ്യൽ ചേഞ്ച് ഇൻ മോഡേൺ ഇന്ത്യ, ദ റിമെമ്പേർഡ് വില്ലേജ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക്സ്. അപ്പൊ ഇത് നമുക്ക് കൂടുതൽ നല്ലൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടാനായിട്ട് എല്ലാ ചാൻസും ഉള്ള ഒരു ചാപ്റ്ററാണ് എം.എൻ. ശ്രീനിവാസ്. അപ്പൊ നന്നായിട്ട് അദ്ദേഹത്തിന്റെ പാഠഭാഗം
ഭാഗങ്ങളിൽ കൂടി മുന്നോട്ട് പോയാൽ നല്ല മാർക്ക് വാങ്ങാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഏറെ പഠിക്കേണ്ടതുമാണ്. നമ്മളുടെ നാട്ടിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു സോഷ്യോളജിസ്റ്റാണ് MN ശ്രീനിവാസ്.